അതൊരു ഭീകരമായ സൗണ്ട് തന്നെയായിരുന്നു. ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അതിന് ഞങ്ങളും വിചാരിച്ച ഞങ്ങൾ രക്ഷപ്പെടില്ല. കാരണം ഈ കൂരാക്കൂരിട്ട് വെളിച്ചല്ല, കറണ്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഇവിടെ തെരഞ്ഞതിൽ കൂടുതൽ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം, ഞങ്ങളെ കൂടുതൽ എല്ലാവരും രക്ഷപ്പെടുത്താൻ ഓടിയിരുന്ന ഒരു പ്രജീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ അവിടെ നിന്ന് ഈ കുന്ന് കയറി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കുറെ ആളുകളെ രക്ഷപ്പെടുത്തി. പക്ഷെ അയാൾ അപകടത്തിൽപ്പെട്ടു. ഞങ്ങൾ എവിടെ പോയി താമസിക്കുക, ഞങ്ങൾ എവിടെ പോവുക, എടുത്തതാണ് ഈ ഒരു ബാഗ്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയി താമസിക്കും. എൻ്റെ കൊച്ചിനെ കട്ടിലൊക്കെ കിടത്തിയിട്ട് ഞങ്ങൾ നിന്ന നിപ്പിൽ ഞങ്ങളെ ബേക്ക് വശം പുഴയാ, ഒരു വീടിൻ്റെ അപ്പുറം പുഴയാ. ആ വീട്ടിലെ യൂനിയസ് എന്ന് പറഞ്ഞ കാക്കാനെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയലും ഇത് വരലും എല്ലാം സംഭവിക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. മണ്ണിൽ പണിയെടുക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാ. ഓരോരോ പള്ളിയിലൊക്കെ നിന്നിട്ട് ഭിക്ഷ എടുക്കുന്ന അവരിൽ ഒരാളായി ഞങ്ങൾ മാറിയിരിക്കുന്നു.